வணக்கம் மக்களே! வெல்கம் டூ த சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபா ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. இன்னைக்கு நம்ம என்ன படம் பார்க்க போறோம் அப்டின்னா, நம்ம லாலேட்டனோட சித்திரம்ங்கிற ஒரு மூவி. ஓகே கைஸ் எல்லாரும் பார்ட் 1 பார்த்திருப்பீங்கன்னு நெனைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன்ல லிங்க் குடுத்துருக்கேன். போய் பாருங்க. இப்ப நம்ம பார்ட் 2க்குள்ள போயிரலாம். போயிரலாமாக்கா? போயிடலாம். ഞാനൊരല്പം സ്വപ്നം കണ്ട് നിന്ന് പോയിടൂ. കളവൻ വായി നോക്കിട്ട് പോയാൽ നോക്ക്. ஆனா ஆக்சுவலி அவங்க சிரிக்கிறாங்க. ஐ திங்க் ஷி இஸ் கேட்சிங் ஃபீலிங்ஸ் ஃபார் ஹிம். അങ്കിൾ ഊണ് കാലായി വരൂ. ദേ ആ കഴുതേ കൂടെ വിളിച്ചോ. ஆமாக்கா நிஜமாலுமே ஐ திங்க் ஷி இஸ் ஃபாலிங் ஃபார் ஹிம். മേബി. ഊണിന് മുമ്പ് ഒരു സ്മാൾ കഴിക്കുന്നു. ഒരു ആപ്പറ്റൈസർ. നമുക്കിടയിൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. വേണ്ട, പിന്നെ ഒരിക്കലാവാം. എന്നത്? ഇതെന്താ ഇത്രയും ചോറ്? ഇപ്പൊ തന്നെ തടി അല്പം കൂടുതലാ. കൊളസ്ട്രോളിന് ടെൻഡൻസി ഉള്ള ദേഹമാണെന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞില്ലേ? ഏത് ഡോക്ടർ? എപ്പോ പറഞ്ഞു? ഒന്നും പറയണ്ട. ഒരു മാസത്തേക്ക് ഡയറ്റ് നന്നായിട്ട് നോക്കണം. വിഷ്ണുവിന് വല്ലതും പറ്റിയാല് പലി വാങ്ങണേ. ഏട്ടൻ ആ ഏട്ടന് വല്ലതും പറ്റിയാല് എനിക്ക് വിഷമമുണ്ട്. ഇത്രയും ചോറ് കഴിച്ച് എങ്ങനെയാ ജീവിക്കുക? ഡാഡി ഒന്ന് വെറുതെ ഇരുന്നേ. ഡാഡിയാണ് ഈ ഏട്ടനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. എന്റെ ഭർത്താവിന്റെ ആരോഗ്യല്ലേ എനിക്ക് നോക്കിയല്ലേ പറ്റൂ. വിശക്കൂല്ലേ മോളെ, പട്ടിണി കിടന്ന് ചത്തുപോകും. പട്ടിണി കിടക്കാതിരിക്കാനേ ഒന്നാം തരം വൈറ്റമിൻസ് ഉള്ള ജ്യൂസ് ഉണ്ട്. എന്നാ അത് കൊണ്ടുവാ. അവള് സ്നേഹമുള്ളവളാ. സ്നേഹമുള്ള കൈകൊണ്ട് എന്ത് തന്നാലും അത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാ. ഷീ ഈസ് മൈ ഡോട്ടർ. അയ്യോ. അതെ അതെ, എനിക്ക് ഈ ചോറിനെക്കാട്ടിലും ഇഷ്ടം വൈറ്റമിൻ ഈ ജ്യൂസ്. അയ്യോ. നല്ല ഒന്നാം ஏதோ തരം பேதி vitamin juice. കലந்துட்டா போல. 10 വലിയ പാവയ്ക്ക പിഴിഞ്ഞുണ്ടാക്കിയതാ. അയ്യോ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. ഓർമ്മയുണ്ടല്ലോ അങ്കിൾ? ആ യെസ് യെസ്. എപ്പോ? അന്ന് എനിക്കൊന്നും വേണ്ട. എനിക്ക് You should drink. This is food as well as medicine. വേണ്ട. പറയൂ ഡാഡി. കുടിച്ചോളൂ വിഷ്ണു. അല്ല, വിഷമൊന്നും അല്ലല്ലോ. പിടിച്ചു. കുടിച്ചോളൂ. ഞാൻ കുടിച്ചോളാം. ஓ டாம். കയ്പുണ്ടല്ലേ? കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടന്നാ കയ്പ് മാറി കിട്ടും. ഒരു നുള്ളു പഞ്ച ஓ வாயிலே வச்சிருக்காரு போல. அதெல்லாம் குடிச்சிரணும் இல்ல கசந்துக்கிட்டே இருக்கும் வாயில இருந்தா. അയ്യോ. என்ன நடக்க போகுதுன்னு நினைக்கிறேன். சட்டப்பட வர. നീ എന്നെ പട്ടിണിക്കിടാന്ന് വിചാരിച്ചല്ലേ? നീ മനസ്സിൽ കാണുന്നതിന് മുമ്പ് ഞാൻ മാനത്ത് കാണും. ഗതികേട്ടിന് എനിക്ക് കുറച്ച് കാശിന് ആവശ്യമായി പോയി. അതിന് വേറെ വല്ല വഴിയും കണ്ടിരുന്നെങ്കിലേ ഞാൻ നിന്നെയും ആ കൈമളുണ്ടല്ലോ അവനെയും കൊണ്ട് മൂക്കുകൊണ്ട് എന്ന് എഴുതിപ്പിച്ചേനെ. ദേ എന്നെ എടിപൊടിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് കൈ ചൂണ്ടി സംസാരിക്കുന്നത് ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നെ ചക്കരെ തങ്കക്കുടം പഞ്ചാര കെട്ടി പോയി ചേട്ടന് പാല് பஞ்சாரக்குட்டி. ദാ മോളെ പാല്. ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ പോവാ മോനെ. പോയി കിടന്ന് ആ ഉറങ്ങാം. കൊണ്ടുവരൂ ചേട്ടന് പാല് വേഗം കൊണ്ടുവരൂ. പാലിന് നല്ലോണം പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ. നോക്കട്ടെ. ആ. നല്ലോണം ഇട്ടിട്ടുണ്ട്. കിടന്നോ. വിശപ്പുണ്ടെങ്കിലേ വേഗം ഉറക്കം വരും. നീ ചെവിക്കുന്നുള്ളിക്കോ. ഈ പാല് കുടിച്ചതിന് നിന്നെ കൊണ്ട് ഇരട്ടി എന്നാ പண்றது? പണി ഞാൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ஓகே. എന്റെ പേര് വിഷ്ണു എന്നല്ല. நான் கூட ஸ்படிக மாரி வேஷ்டி போட்டு அடி போடாருன்னு நினைச்சேன். എന്താടോ ഇരിക്കുന്നോ? ആ. എന്താ കട്ടിങ് വിഷ്ണു ചെയ്യലാ. കാര്യം പറയൂ. പറയട്ടെ. എന്താന്നറിയാതെ പറയട്ടെ എന്ന് ചോദിച്ചാ എന്തായാലും ഞാൻ പറയാൻ പോവാ. അതായത് ഞാൻ എന്റെ അമ്മയുടെ 4ാമത്തെ മകനാണ്. ബാക്കി 3 പേരും പ്രസവിച്ച ഉടനെ മരിച്ചുപോയി. അപ്പൊ ഒരു വലിയ കണിയാനെ കൊണ്ടുവന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോ അമ്മയുടെ ദേഹത്തൊരു ബാധ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബാധയെ ഒഴിവാക്കാൻ വേണ്ടി പിന്നെ കാലത്ത് അമ്മ ദിവസം കുളിച്ച് ഈറനുടുത്ത് ഒരു ദേവീ ക്ഷേത്രത്തിൽ പോയി ശയന പ്രദക്ഷിണം നടത്തണമെന്ന് പറഞ്ഞു. என்ன நடக்குதுங்க? അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉണ്ടായത്. അല്ല അങ്കിളിന് അറിയാമല്ലോ അല്ലേ? അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം അതെ, കാര്യമുണ്ട്. അതുകൊണ്ടാ. അതായത് അമ്മ മരിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞു, മോനെ നിന്റെ ഭാര്യയ്ക്കും ഈ ബാധ കയറും. ஓ டாம். അതുകൊണ്ട് നീ അവളെ കൊണ്ടും ശയനപ്രദക്ഷിണം നടത്തിക്കണം. പലി വാങ്ങുന്നത്. കുഞ്ഞ് ചാപിള്ളയായി പോകുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും ഡാഡി? അവളെ ഉരുട്ടാൻ എനിക്ക് ഡാഡി മനസ്സ് വരുന്നില്ല. എന്ന് പറഞ്ഞ പറ്റുമോ? കുഞ്ഞു ചാപിള്ളയായാലോ? പക്ഷെ രാവിലെ എണീറ്റ് കുളിച്ച് ഈറിനെടുത്ത് പാവം വേണ്ടല്ലേ? കുഞ്ഞ് ചാപിള്ളയായാലും കുഴപ്പമില്ല അല്ലേ? അതെ. അത് പറ്റില്ല. മരിക്കും മുമ്പ് എന്നെ അപ്പൂപ്പാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞു വേണം. ഞാൻ ரைட். അവളോട് പറയാം. ഇതൊക്കെ പഴഞ്ചൻ വിശ്വാസങ്ങൾ. ഇവര് സെന്റിമെന്റൽ ആണല്ലേ? വിശ്വാസമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം എനിക്ക് വലിയ വിശ്വാസമാണ്. എന്നാ ഡാഡി അവളോടൊന്ന് പറഞ്ഞാ ഞാൻ പറയാം. അയ്യോ. റിവെഞ്ച് വാങ്ങിട്ടാ. ரிவெஞ்ச் ஆயிட்டாங்க. போடா பொடி போயிட்டு இருக்கு. രണ്ടുപേരും വിളിച്ചിട്ട് വിഷം മേടിച്ചിട്ട് വായിൽ ഒഴിച്ചതരാവോ? അവൾക്ക് വിളച്ചിൽ ഇത്തിരി കൂടുതലാ. ഒരു കൈ നോക്കുന്നോ? കൈ ഇപ്പൊ തന്നെ നോക്കാം. ഡാഡി എന്താ ഈ പറയുന്നത്? ഇതൊക്കെ വെറുതെ. വെറുതെ ഒന്നുമല്ല.
ഇതിലൊക്കെ കാര്യമുണ്ട്. എനിക്കൊരു കൊച്ചുമോനോ മോളോ ഉണ്ടാകുന്നത് ചാപിള്ളയാവാൻ ഞാൻ സമ്മതിക്കില്ല. ഡാഡി ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. അങ്കിൾ ഇതാ ദ്രോഹി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ആണെങ്കിൽ കണക്കായി പോയി. നീ ഒട്ടും മോശമൊന്നുമല്ല. എപ്പോ നോക്കിയാലും ചന്തപ്പട്ടികളെ കൂട്ടി കടുപിടി കൂട്ടി എന്റെ ഈശ്വര ഏത് നേരത്താ എന്നെ കൊണ്ട് ഈ ബുദ്ധി ഒതിപ്പിച്ചത്. അങ്കിൾ ഇതിന്ന് ഒന്ന് രക്ഷിക്കണം. സാധ്യമല്ല. ഇത് മുഴുവൻ ഇടിച്ചു പൊളിഞ്ഞ് താഴെ വീണാലും സാധ്യമല്ല. ഒന്നുമില്ലേലും ഒരു നല്ല കാര്യത്തിനല്ലേ കിടന്നുരുളണം. ചെയ്ത പാപങ്ങൾ തീരട്ടെ. കിടന്ന് ഉരുളനും We kind of silk look. ஆமா ഹരിഹരസുതനേ സ്വാമിയേ, പാല് കുടിച്ചാൽ പാല് കുടിച്ചാൽ അതെ, ഈ പുലിപ്പുറത്താണല്ലോ അയ്യപ്പൻ ഈ പാല് വാങ്ങിക്കാനായിട്ട് ഈ കാട്ടിക്കൂടെ. സ്വാമിയെ ശരണയ്യപ്പോ, സ്വാമിയെ വയറ് വിശന്നാ? ശരണയ്യ പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അണ്ണൻ അമേരിക്കയിലായിരുന്നുകൊണ്ട് അതിനെ പറ്റിയുള്ള ഒരു ധാരണ. ശരണയ്യപ്പോ இது என்னடா திருப்பதியில ஜாங்கிரி கொடுத்த மாதிரி சொல்லி ഇല്ലാളി വീരനെ, അറിവില്ലാ പൈതത്തിനെ രക്ഷിക്കണേ. ഈ ബാധ എന്നോടൊരു പാഠം പഠിപ്പിക്കണേ. പാഠം പഠിപ്പിക്കണേ. ശരണയ്യപ്പോ ശരണം. ஓ வந்துட்டான் பாவன். இந்த கொள்ளை அடிக்கிறப்ப ஒருத்த குண்டான் தான்ல, எப்படி இன்ஃபர்மேஷன் பாஸ் பண்ணிட்டாரு. നീ എങ്ങനെ ഇവിടെ എത്തി? അണ്ണനെ തപ്പി നടന്ന് എന്നെ വണ്ടിക്കൂലിക്ക് കാശ് ഒരുപാടായി. പലിശ ഉൾപ്പെടെ വാങ്ങിച്ചോണ്ട് ഞാൻ ഇവിടുന്ന് പോവും. അണ്ണ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കല്ലേ കേട്ടോ. തട്ടിക്കുന്ന കാശിന് പാതി തരാമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ആ വെള്ളത്തിൽ ചാടിയത്. എന്നിട്ട് കിട്ടിയതും കൊണ്ടങ്ങ് മുങ്ങിയാല് സായിപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പകുതി എനിക്ക് വേണം. എടാ സായിപ്പിന്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. കാശ് തരാതെ ഞാൻ പോണ പ്രശ്നമില്ല. നിന്നോടാ പോവാൻ പറഞ്ഞ? കാശ് ഇല്ലേ, പോകത്തില്ലേ? ഇല്ല. എന്നാ കേട്ടോ, സായിപ്പിന്റെ കയ്യിൽ നിന്ന് എനിക്ക് 1,00,000 രൂപയും 15 സ്വർണ്ണ ബിസ്ക്കറ്റും കിട്ടി. അതിൽ നിന്ന് 4 അണ നിനക്ക് തരാൻ എനിക്ക് സൗകര്യമില്ല. വാങ്ങിക്കാമെങ്കിൽ വാങ്ങിച്ചോ. இவர் எல்லா பக்கமும் சண்டை போடுறாருப்பா. தானே அவ்வளவு தூரம் தேடி வந்தானா இங்க வரைக்கும் வரமாட்டானா அவன். വിഷ്ണു വാ, വാടോ. இல்லையே. ആ നല്ല വിശപ്പുണ്ടല്ലേ? അവളോട് പിണങ്ങണ്ട. അവളുടെ അമ്മയുടെ സ്വഭാവമായത്. അവൾ അറിയണ്ട. ഐ ഹാവ് ഗോട്ട് എ സർപ്രൈസ് ഫോർ യു. சாப்பாடு சாப்பாடு எடுத்து வந்திருக்காரு போல. ஓ சிக்கன் போல. ஓஹோ அங்கிள்ஸ் ஃபேவரட் ആയിട്ടാரு. ഓർമ്മകളൊക്കെ നമുക്കൊന്ന് പൊടിതൂത്ത് നോക്കാൻ വിടോ കൈമളെ. അണ്ണൻ ഓർമ്മയുണ്ടോ ലോ കോളേജിൽ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന വിജയലക്ഷ്മിയെ? ശരീരവും ശാരീരവും ഇത്രേ ഒത്തിണങ്ങിയ ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ക്ഷീരസാഗരത്തിലാണ് അവളന്ന് വീണത്. താനിപ്പോഴും ഈ പെണ്ണുങ്ങളുടെ കാര്യം ഓർത്തുകൊണ്ട് നടക്കുകയാണോ? ഞാനതൊക്കെ എന്നേ മറന്നു. വിജയലക്ഷ്മിയെ മറന്നൂന്നോ? അവളുടെ ബമ്പർ കൊള്ളാമെന്ന് എണ്ണം പറഞ്ഞതിന് അവളുടെ ചേട്ടൻ തല്ലാൻ പിടിച്ച ഓർമ്മയുണ്ടോ? മിലിറ്ററി. അന്ന് ഞാൻ இவரோட ഇല്ല. எக்ஸா. ഈ മോന്നൽ ഷേപ്പ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കൂലേ? தெரியலையே പതുക്കെ പറയടോ, കുട്ടികള് കേട്ടാലേ. ഓ, കുട്ടികൾ ഇല്ലായിരുന്നു കേൾക്കാൻ രസമുണ്ടായിരുന്നു അല്ലേ? താൻ ആ മൃദംഗം ഒന്ന് ശ്രുതി ചേർത്തേ. ഇങ്ങനെ കൂടിയിട്ട് എത്ര നാളായി. ஐ திங்க் அவர் மியூசிஷியன். மியூசிக் எனக்கு தோணுச்சு. அவர் பாடிட்டு இருக்காரு. ஆஹா அவ்வளவுதான். செம ஃபேவரட்டா போறாரு இப்ப. அதான். மாவுமே ஃபெல் இன் லவ். ആ എന്നാ നോക്കാം. அவருமே காம்படிஷனுக்கு வராரு. என்ன ஒரே கச்சேரி சவுண்டா இருக்கு. அதானே. നഗുമോ മൂകനല്ലേ சான்ஸ்கிரிட்டா. നഗുമോ அப்பா அப்பெல்லாம் மியூசிக் தெரிஞ்ச ஒரு எலைட் ஃபார்ம் இல்ல உங்களுக்கு. നഗുമോ മൂകനല്ലേ. ஏய் ஆமாடா ஏய். சிரிக்கிறாங்க. அதான் she is falling for him. இப்ப பிரச்சனைன்னா அவருமே ரிட்டர்ன் லவ் பண்ணலைன்னா என்ன பண்ணுவாங்க? அது நடக்காது இது படம். இவங்க தான் பேர். எனக்கு கர்நாடிக் மியூசிக்லாம் ரொம்ப பிடிக்கும்டா. ரைட். இவங்க ஆக்சுவலி திருடர்னு நினைச்சு வந்து ரெஸ்பெக்ட் கொடுக்காம இருந்தாங்கன்னு நினைக்கிறேன் இல்ல.
എന്ത് പൊടിയാ ഇവിടെയൊക്കെ? ஒடி. ஆக்சுவலி அவருக்குமே வந்து இந்த ரெகக்னிஷன் பெர்ஃபார்மருக்கு வந்து അസൂയ കുശുമ്പ് ഏഷണി കഷണ്ടി എല്ലാം മോന്തി കുടിച്ചിരിക്കുകയാണല്ലേ. നല്ലത് കണ്ടാലും കേട്ടാലും നല്ലതെന്ന് പറയണം. അതാണ് മഹാമനസ്കത. അല്ലാതെ 3 നേരവും ദിവസവും അമ്പലത്തിൽ കിടന്ന് വിളിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. മനസ്സാന്നാവണം. എന്തൊന്നും പറയാത്തത്? എന്റെ മനസ്സത്ര നല്ലതല്ല, ഞാൻ സഹിച്ചു. നീയേ നന്നല്ല, പിന്നല്ലേ നിന്റെ മനസ്സ്. ജാത്യാലുള്ളത് തൂത്താ പോവില്ലെന്ന് പറയുന്നത് ശരിയാണ്. എനിക്ക് ഇത്തിരി കാശ് ആവശ്യമായി പോയി. ഇല്ല നിന്റെ മോനെ ഞാൻ വീട് വായിപ്പിച്ച ഇടി അമ്പലക്കള്ളി. അമ്പലക്കള്ളി. ഒരു ദിവസം ദൈവം കണ്ടുപിടിക്കും. ഭക്ത ആ വിഷ്ണു വന്നോ? വിഷ്ണുവിന്റെ ഒരു ബന്ധു വന്നിട്ടുണ്ട്. ബന്ധുവോ? ആ അമ്മാവന്റെ മകൻ ഏത് മകൻ? രാമകൃഷ്ണൻ. എവിടെ എവിടെ? ദാ അവിടെ ഉണ്ട്. ஐயோ ഒരു 50 കുറ്റി പുട്ടൂടെ തിന്ന്. ആ പപ്പടം നീയോ? നീ എങ്ങനെ ഇവിടെ വന്നു? എനിക്ക് 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 ചേട്ടന്റെ കൂടെ വെക്കേഷൻ ആയി കളയാമെന്ന് വിചാരിച്ചു അല്ലേ? വെക്കേഷൻ ഒന്നുമല്ല. എനിക്ക് 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 சரக்கடிக்கிறான். ഏയ് ഒന്നും അറിയാത്ത ഒരു കൊച്ചു കുട്ടിയല്ലേ? ഉച്ചോട്ടിയൊന്നല്ല, ഇവൻ കള്ളനാ. ഇപ്പൊ കള്ളൻ. തന്നെ പറഞ്ഞു വിടാം. 2 ദിവസം നിന്നിട്ട് പോയാ മതി. അയ്യോ പറ്റില്ല. അതെന്താ വിഷ്ണു? ഞാൻ സായിപ്പിന്റെ കാര്യം. സായിപ്പിന്റെ കാര്യം മിണ്ടരുത് മിണ്ടരുത്. എന്താ സാഹിബിന്റെ കാര്യം? അല്ല ഇവന് ഇംഗ്ലീഷിനെ കുറച്ച് മോശമായതുകൊണ്ട് അമ്മാവൻ ഒരു സായിപ്പിനെ ട്യൂഷൻ അറേഞ്ച് ചെയ്തു. അയാളെ വെട്ടിച്ച ഇപ്പൊ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. അങ്ങനെയാണ്. മിണ്ടരുത് മിണ്ടരുത്. അമ്മാവൻ എനിക്ക് എഴുതിയിരുന്നു. ഞാന് ഇവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താടോ? ഒന്നുമില്ല, നല്ല സ്മാർട്ട് പോയി. அவன் மாட்டிக்கிறோன்ட்டு அவருக்கு ஒரு ஃபீலிங் இருக்கு போல. இப்ப அவருக்கு ஒரு ட்ரம்ப் கார்டு கிடைச்சிருச்சு. ஏமாற்றம்னு அவருக்கு ட்ரம்ப் கார்டு கிடைச்சிருச்சு. കഴിവേറി നിന്നെ. നമ്മുടെ പശു പ്രസവിച്ചോ? നിനക്ക് ഞാൻ ഒരു ഉമ്മ തരട്ടെ. വാ. തരാടാ, പുല്ലേ ഉമ്മ. இறுக்கி எனக்கு തരാടാ അറിയാൻ മേലാത്തോണ്ട് പുള്ളേ ചോദിക്കാ. ഉമ്മ. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് സായിപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പകുതി വേണം. എടാ ഞാൻ പറഞ്ഞില്ലേ ആ സായിപ്പ് ഒരു നക്കിയായിരുന്നു. 4 എണ്ണ പോലും അയാളുടെ കയ്യിലില്ലായിരുന്നു. സായിപ്പന്മാര് നക്കികളാവൂല. പല നാട്ടുകാരാണെങ്കിലും ഞാൻ സമ്മതിക്കുമായിരുന്നു. അയാള് സായിപ്പല്ലായിരുന്നു. പാണ്ട് പിടിച്ച് വെളുത്തിരിക്കുകയായിരുന്നു. അണ്ണന്റെ വേലയൊക്കെ അങ്ങ് കയ്യെ വെച്ചേക്കണ്ണ. കുറഞ്ഞത് ഒരു 10,000 രൂപയെങ്കിലും കിട്ടിക്കാണും. 5000 അല്ല, മാങ്ങ തൊലിയായിരുന്നു. ഇറങ്ങി പോയി ഇവിടുന്ന്. ഇത് എങ്ങനെ ഒപ്പിച്ചെടുത്തണ്ണ? സുഖിച്ച് കഴിയുവാണല്ലേ? അണ്ണന്റെ സമയം തന്നെ അണ്ണാ. നീ എന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കും. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയെ. പോവാൻ. എനിക്ക് കിട്ടാനുള്ളത് മുഴുവൻ കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. നിനക്ക് വിഷ്ണു, പതുക്കെ പറ, പതുക്കെ പതുക്കെ ആൾക്കാര്. പിന്നെ നാ, വെച്ചോ. ആ, 200 ഉള്ളൂ. 200 നിനക്ക് എന്തായാലും തികച്ചുണ്ട്. பட் ஒன்ஸ் காசு வாங்கிட்டானா திரும்பி திரும்பி வந்துட்டு സായിപ്പിന്റെ இருப்பானுங்க. കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പകുതി എങ്കിലും തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. പോകത്തില്ലല്ലേ? വിഷ്ണു, മതി. എന്നെ വരട്ടാനും നോക്കണ്ട. ഇവിടെ നടക്കുന്നത് മുഴുവൻ ഞാൻ വെളിയിൽ നിന്ന് അറിഞ്ഞിട്ടാ വരുന്നത്. ഇവനെ കൊന്നു കളഞ്ഞാലോ? എന്നാ പറ. എന്റെ അടുത്ത് വേല ഇറക്കല്ലേ? ദേ, ഞാനും തിരിച്ചിറക്കുവേ. എന്നോട് കൊല്ലേ. അങ്ങനെ പറഞ്ഞ എനിക്ക് കൊല്ലാൻ പറ്റുമോ? ഇവന്റെ കാര്യം ഞാൻ ശരിയായിക്കോളാം. അതിലും വലിയ മാരണമാണല്ലോ ഞാൻ തല വെച്ചിരിക്കുന്നത്. പൊതുവേ ഞാൻ അവരോട് സ്വസ്ഥമായിട്ട് സംസാരിക്കട്ടെ. വിഷ്ണു അപ്പുറത്തോട്ട് ചെല്ലേ ചെല്ലേ. അണ്ണാ പിന്നെ അങ്ങോട്ട് പോവാൻ പറഞ്ഞു. നീ അതോ ഇനി ഇവനെ ഇവിടെങ്ങാനും കണ്ടാൽ തട്ടിയത്. ரைட். കാശ് തരാമെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഈ കാട്ടാളന്മാരുടെ ഇടയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നേ? നിനക്ക് സായിപ്പിന്റെ കിട്ടിയതിന്റെ പകുതി വേണം അല്ലേ? മേടിച്ചോടെ പോവും. അരഞ്ചാറില്ല. സായിപ്പിന്റെ കിട്ടിയത് വിഷ്ണുവിനല്ല, എനിക്കാ. എന്നാ അതിന്റെ പകുതി. പകുതിയാക്കണ്ട, മുഴുവനും മേടിച്ചോ. വേറെ നിവൃത്തിയില്ലാത്തോടാ മുപ്പ. முப்பா தாலி இல்ல. யாருப்பா ஒரு ഡിസൈനാ പண்றாரு എല്ലാ വളിയും. എന്റെ തലക്കുള്ളിൽ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. താമസിയാതെ ആ പദ്ധതികൾ പ്രാബല്യത്തിൽ വരികയും ഞാൻ അവനെ ആ കള്ളനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. ചിലക്കാണ്ട് അവിടെ ഇരുന്ന് വല്ലതും കഴിച്ചോ? അമ്മാമ്മ കാണണ്ട. അവനെ പുറത്താക്കി നീ ഇപ്പൊ പുറത്തായില്ലേ? ഈ താൽക്കാലികമായ പുറത്താകൽ വരാനിരിക്കുന്ന സ്ഥിരമായ അകത്താകലിന്റെ മുന്നോടിയാണ് അമ്മേ. അമ്മേ, കല്യാണിയുടെ കഴുത്തി താലിയില്ല. വേഗം അമ്മാമ്മയെ അറിയിക്കണം. എവിടെ അമ്മാവാ? തവണ ഞാൻ തന്നെ ജയിക്കും അമ്മേ. എടാ കള്ള. அவரே யூஎஸ்ல இருந்து வந்திருக்காரு. അമ്മാമേ അമ്മാമേ എവിടെ അമ്മാമ? അമ്മാമ്മ നടക്കാൻ പോയി. മുരുക പിടിച്ചടാ മുരുക. കള്ളന്മാരുടെ കള്ളത്തരം കണ്ടുപിടിച്ചു. അവളുടെ കഴുത്തിൽ താലിയില്ല. ഈ വിവരം ഉടനെ അമ്മാമയെ അറിയിക്കണം. അങ്ങേരുടെ അമ്മയെ കെട്ടിക്കാൻ പുറത്തെങ്ങാണ്ട് പോയിന്ന്. ഒരു കാര്യം ചെയ്, നീ ഈ വഴിക്ക് പോ, ഞാൻ ഈ വഴിക്ക് പോവാ. നീയാണ് ആദ്യം കാണുന്നതെങ്കിൽ ആ പണ്ടാരക്കാലിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞേക്ക്. പിന്നെ ഞാൻ തന്നെടാ തമ്പുരാൻ. ஐயோ പഴനിയും കഴിഞ്ഞും ഒക്കെ പിന്നെ ആദ്യം നീ ആ കളവനെ കണ്ടുപിടിക്കാൻ നോക്ക്. അമ്മാമേ இந்த டைம் காப்பாத்துறதுக்கு மாம்ஸ் இல்ல. ஏ அவரே யூஎஸ் ரிட்டன்ரா. அதனால தாலிக்கு இல்ல அவர் சரி. அவர் சூப்பர்ஸ்டிஷியஸ். അമ്മാമേ
അമ്മാമയുടെ മരുമോനായി ഇവിടെ വിലസുന്ന ആ കായംകുളം കൊച്ചുണ്ണിയെ പിടിച്ചു. ചെമ്പ് പുറത്ത്. കോപ്പർ ഔട്ട്, കോപ്പർ ഔട്ട്. കാര്യം പറയടോ. അവർ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിന് ശക്തമായ ഒരു തെളിവ്. അമ്മാമയുടെ മോളുടെ കഴുത്തിൽ താലിയില്ല. ആ താലിയില്ല. വിശ്വാസമില്ലെങ്കിൽ പോയി നോക്ക്. നീ പെട്ടിയും പെടുക്കാൻ വല്ല എടുത്തുക്കോ. പൊണ്ണു കഴുത്തി താലിയില്ലെന്ന് എല്ലാവർക്കും தெரிஞ்சு போச்சு. ഞാൻ തപ്പറാക്കിട്ട് ചൊല്ല പോறேன். அட பைத்தியக்காரா. ஏமாத்தாதே ஏமாறாதே. எம்ஜிஆர் சாங் இது. அதான் அதான். அதுக்குள்ளே போய் கட்டிடுவாரா? இந்த மனுஷன் வேற வயசான காலத்துல ஆனா ஹில் ஸ்டேஷன்ல நல்லா குளு குளு எடுத்துருக்காங்க படத்தை. இல்ல நல்லா சில்லுன்னு கிளைமேட்ல. போச்சு, இவரே கட்ட போறாருன்னு நினைக்கிறேன். ஓகே, ஐயோ இவரே கட்டிட்டாரு. ஓ ഞാൻ പെട്ടെന്ന് അങ്ങനെ വീട് ഉരുണ്ട് കളഞ്ഞോണ്ട് ആ സിംഹം മോളിൽ കൂടെ ചാടിപ്പോയി. ஒரு முடிச்சு தான் போட்டுருக்காரு. അവിടുന്നെല്ലാം കൂടെ ജീപ്പ് എടുത്തോണ്ട് നേരെ ഹോട്ടലിൽ ചെന്ന് ഞാൻ പഴയൊരു തമാശ പറയായിരുന്നു. ഈ താലി എന്താ ഇങ്ങനെ? ഒരു മാലയെ കോർത്തിട്ടൂടെ? അല്ല, അത് പണിയിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ, വെറുതെ നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന് നോക്കിയേ ഉള്ളൂ. സമ്മടി വാങ്ങിട്ടാரு. എന്താ അമ്മാമേ, ആ കള്ളനെ ഇറക്കി വിട്ടില്ലേ? അമ്മാമയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം. ஆஹா இதெல்லாம் சென்டிமெண்டலா அவங்க ரீவைண்ட் பண்ண போறாங்கடா. அதான் അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. ഇല്ല, തളരൂല. നമ്പ്യാര് തമ്പുരാനാവുന്നത് വരെ തളരൂല. எமோஷனலி ചെയ്ത തെറ്റിന് ശിക്ഷ പോരെ. ഇനി ആവാം. വാങ്ങുന്ന കാശിനോട് ഒരല്പം കൂറ് കാണിച്ചു എന്നേ ഉള്ളൂ. ക്ഷമിക്കണം. பட் ஒரு முடிச்சு தானே போட்டிருக்காரு. உனக்கு 3 முடிச்சு வேற போடு. ஐ மீன் டெக்னிக்கலி அவ்வளவு சென்டிமெண்டல் ஆகணும்னா 3 முடிச்சு தானே. அங்கேயும் 3 முடிச்சு தானே இல்லையா? വീട് മുഴുവനും அப்படிதான் நினைக்கிறேன். എന്താ ഒട്ടി തണുപ്പത്തിരിക്കുന്നത്? ദാ പാല്. ஓகே, ஐ திங்க் சம்திங் இஸ் கோயிங் டு சேஞ்ச். மியூச்சுவல் ரெஸ்பெக்ட் இப்பதான் வருது. I think this is more than just a mutual respect. Phenomenal எடுத்துருக்காங்கப்பா. അയ്യോ വേണ്ട, മതി 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 മതി. இப்போ சாப்பாடு அள்ளி வைக்கிறாளா? അയ്യോ ഇപ്പൊ തന്നെ വയറ് ഡമ്മായി. എന്നാ പാവയ്ക്കാൻ നീര് കൊടുക്ക്. അതെ അതെ അതെ. അയ്യോ വേണ്ട, അതെന്താ? കുറച്ച് ദിവസം കഴിച്ചാ മതിന്നാ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ പറയാൻ വഴിയില്ല. പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഈ പ്രേമളെങ്കിലും വെളിയിൽ നിൽക്കുകയായിരുന്നു അല്ലേ? ஐயோ இவங்க 2 பேரும் ஒண்ணு இவருக்கு பண்ணிட்டாங்க. ஹாப்பி தான். அதான் இவருக்கு ஹாப்பி தான். அப்படியா சங்கதின்னு பாக்குறாரு. அதான் அதான் அதான். ஆஹா சாங் வர போகுதுடா. அதான் மூமெண்ட் பாரு. அதான் இது வந்து இந்த கேப்பா மூமெண்ட்பா. இந்த சாங் இங்க கேட்ட மாதிரி இருக்கு. ஓ இவருக்கு இப்ப ரெஸ்பெக்ட் கொடுக்க போறாங்க. அதான் தெரியுதுன்னு நினைக்கிறேன். இது கட்டினா அடுத்து இவர்தான் தம்புறான் அப்படி. அப்ப ஸ்ரீனிவாசன் சொல்லி முடிஞ்சதுல இனிமே நீங்க தான் நம்ம தம்பரா. முடிஞ்சு பாவமா இருக்கு பார்த்தாவே. രണ്ടൂളം പൊട്ട ഒന്നി തണ്ണിയുമില്ലേ, உண்மை வளராம இருந்தா சரி. മണ്ണെടുക്കാൻ 3 പേർ, 2 പേർ മുണ്ടി ഒരുത്തനെ കാണുന്നില്ലേ. ഈ തറവാടിന്റെ മാനം കാത്തരാ മോനെ. നീ എന്റെ മാനം കാത്തരാ മോനെ. ஃபுல்லா அடிக்கிறோம். ദേ, ഈ ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് തട്ടിപ്പോയാലും എനിക്ക് സങ്കടമില്ല. I am the happiest man in the whole world. ஐயோ ஆப்போசிட்டா நடக்க போகுது. அதுதான் ഇതുപോലെ ഭാഗ്യം ചെയ്ത ഒരു തന്ത വേറെ എവിടെ ഉണ്ടോ കൈമളെ? ഇതുപോലെ ഡീസന്റ് ആയിട്ടുള്ള ഒരു മരുമോൻ വേറെ കൈവള അടിച്ചതിന്റെ ഇത് കണ്ടോ, ഇത് കണ്ടോ? അയ്യേ, என்னது
നല്ല രസമാ. ഉമ്മ, ഉമ്മ. തലയിലാണോ വിഷ്ണു ഉപയോഗിക്കുന്നത്? എനിക്ക് തലേ മുഖം ഒരുപോലെ. എനിക്ക് ഒച്ചോ ഒരു സംശയം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇത് ജനിച്ചപ്പോഴേ ഇങ്ങനായിരുന്നോ? കലായിക്കുന്നത്. ഊച്ചാളിയാ ഞാൻ. ഒഴിക്കത്തോണ ഒഴിക്കട്ടോ. Hey, stop, അയ്യോ ഇത് stop. ബാഡാ നടക്കൂടാ പടം I want ജാലിയെ to പോകും. talk to him. I want to talk to you. കാര്യങ്ങൾ ഇത്രയൊക്കെ സ്ഥിതിക്ക് ആ ഒരു സത്യം തുറന്നു പറയാൻ പോവാ. കൈമളങ്ങൾ എന്നോടൊന്നും പറയും. എന്ത് സത്യം? എല്ലാം ഇത്രയും നല്ലവനായ ഒരു പരിശുദ്ധാത്മാവിനോട് സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് വഞ്ചനയല്ലേ അങ്കിൾ? ഞാൻ അറിയാത്ത എന്ത് കാര്യമാ ഇവിടെ? എന്താ കൈമളെ? അതായത് കണ്ടാ കണക്ക് 3 എണ്ണം ചെന്നാ പിന്നെ കരച്ചിലായി പിടിച്ചിലായി. അയ്യോ ഞാൻ പൂസല്ല, എനിക്ക് സത്യം തുറന്നു പറയണോ? സത്യം. സത്യം എന്ന് പറഞ്ഞാ പ്രപഞ്ച സത്യം, ജീവിതമാകുന്ന വിദ്യ. തലയ്ക്ക് പിടിക്കുമ്പോ ഫിലോസഫി വരും. അതാ പിന്നെ നേരം വെളുക്കുന്ന നേരം വള 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 എപ്പോഴും ഞാൻ പറഞ്ഞാ വേണ്ട. എന്നെ വാടക എടുത്തിരിക്കുക. ലോകമാകുന്ന വാടക വീട്ടിലെ വാടകക്കാരല്ലേ? അയ്യോ അയ്യോ അതല്ല, എനിക്ക് ദിവസക്കൂലിയാ. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂലി അവനവന് തന്നെ അന്നു കിട്ടിക്കൊണ്ടിരിക്കും. சொல்லிட்டாரு. അയ്യോ അല്ല, ഞാൻ ഇവിടുത്തെ ആരും അല്ല. ആരും ഇവിടുത്തെ ആരും അല്ല വിഷ്ണു. എന്നെ ഇയാള് പാലത്തില്ല അവിടെ. ആ പെണ്ണും പിള്ള അവിടെ ഡീസന്റ് ആയിരിക്കണം കേട്ടോ. I like the confidence. ഇതിന്റെ ആ മുറി പോയി കിടന്ന് സമാനോട് ചോദിച്ചു. ഇവിടെ സത്യം. ഗുഡ് നൈറ്റ്. ப்ராப்பர் ட்ரங்க் ஆடுவா. ഫോട്ടോ എടുക്കേ. യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. നിങ്ങൾ സുമുഖയാണ്, സുന്ദരിയാണ്, സുഭാഷിണിയാണ്, സുഭദ്രയാണ്. എന്ത് പറ്റി? ഫോണ്. ഹലോ, എന്താണ് ഉറക്കമൊന്നും ഇല്ലേ? தவழ்ந்து வராப்ல. அப்புறம் இப்பதான் ஃபர்ஸ்ட் டைம் இங்க பாக்குறாங்க அப்படி கரெக்டா? மேபி ஐ மீன் இவ்வளவு வல்னரபிளா அவர் எப்பதான் பாக்குறாங்க? മൈ ഡിയർ കല്യാണി, എന്റെ കല്യാണി കുട്ടി, പൂമത്തയിൽ കിടന്നുറങ്ങേണ്ട നിനക്ക് ഈ തറ പറ്റിയതല്ല. ഞാനാണ് തറയിൽ കിടക്കേണ്ടവൻ. ഞാനാണ് തറ. ഞാനാണ് തറ. എന്റെ ഹൃദയത്തിലെ സ്നേഹപ്പൂക്കൾ മുഴുവൻ വാരി കളഞ്ഞ മഹാറാണി, ഓ ഞാൻ നിനക്ക് വേണ്ടി Right. ഒഴിഞ്ഞു തന്നു. You are the light of my loneliness, love of my Oh heart, my. you of my desert, tune of my song, cure of my kingdom, and I love you, கல்யாணி. ரைட். அதுக்கு ஏன்டா சோக பிஜிஎம் போடுறீங்க? ப்ரொபோஸ் பண்ணிட்டாரு. ஆக்சுவலி இவர் மனசுல லவ் இருந்திருக்கு. நான் கூட பண்ணலையே நினைச்சேன். ஓ டேம் ப்ரோ. നൈസ്. രാവിലെ എഴുന്നേറ്റ ശേഷം ഞാൻ അവളെ കണ്ടില്ല. വിഷ്ണു, കല്യാണം ഇവിടെ നേരെ ഇത്രയായിട്ട് വേണിയിട്ടില്ലേ? മോളി കണ്ടില്ല. പിന്നെ അവൾ എവിടെ പോയി? വെളിയിൽ പോവുകയാണെങ്കിൽ അവൾ വീട്ടിൽ ആരും പറയാതെ പോവാറില്ല. കൈമളെ, എന്താണ്? കല്യാണിയെ കണ്ടോ? ഇല്ല, രാവിലെയുള്ള ചായ പതിവുള്ള ഇന്ന് അതും കിട്ടിയില്ല. കല്യാണി മോളെ, കല്യാണി വായി നോക്കി നിൽക്കാതെ എല്ലാവരും ഒന്ന് അന്വേഷിക്കും. നീ അങ്ങോട്ട് അന്വേഷിക്ക. മോളെ கோயிலுக்கு இது போயிட்டாங்களோ? കല്യാണി മോളെ. தலைவன் தேடி வர்றாப்லையே. ப்ரொபோஸ்லாம் பண்ணியிருக்காரு. ஆனா அவருக்கு ஞாபகம் ஞாபகம் இருக்கணும்ல. தெரியலையே. ஓ அந்த ஓ, பெல் நெத்தியில 10 தடவை பெல்லு. കല്യാണി, കല്യാണി. ஐயோ நாட் ட்ரெடிஷன்ஸ். നൈസ്. എന്തിനാ മോളെ നീ ഇത് ചെയ്തത്? അണ്ണന്റെ അനുവാദമില്ലാതെ വിവാഹം കഴിച്ച തെറ്റിന് പരിഹാരമായിട്ട് ചെയ്തത് അത്രേ. നീ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മോളെ. അഥവാ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. അതിന് ഈ കാട്ടാളന്മാരുടെ ദൈവത്തിന് മുമ്പിൽ പോയി തലതല്ലി പൊട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാ ദൈവവും ദൈവം തന്നെ കൈമളെ. സിലികൾ സിലി ഗേൾ. എന്താ എന്തിന്? കാണിച്ചത്? വിഷ്ണുവിനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എന്നെ തന്നെത്താൻ ശിക്ഷിച്ചിട്ടെങ്കിലും വേറൊരു വഴി എനിക്ക് തോന്നിയില്ല. ஓ நோ. அப்ப இவரும் போய் அடிச்சுக்க போறாரா அப்போ? ரீவைண்ட் பண்ணணுமே. இவர் இப்ப
சூப்பரா இருக்குடா அந்த lyric. അങ്കിൾ ഊണ് കാലായി പിന്നെ വിളിച്ചോളൂ കേട്ടോ. ஓஹோ, அங்கிளுக்கு இதுல இஷ்டமா അങ്കിൾ, நஷ்டமா? ഊണ് കാലായി വരൂ. ദേ ആ കഴുതെ കൂടെ വിളിച്ചോളൂ. கழுதையை கூட விழிச்சோடு. അങ്കിൾ ഊണ് കാലായി വരൂ. അയാളെ കൂടെ വിളിച്ചോളൂ. ஓ, டாங்கில இருந்த ஆளு അങ്കിൾ ഊണ് കാലായി വരൂ. ദേ മറ്റേയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണ് കാലായി വരൂ. ദേ വിഷ്ണുവിനെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണ് കാലായി വരൂ. ദേ പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ. புள்ளிக்காரனா? புள்ளிக்காரனா ரெஸ்பெக்டோட அவங்களையும் கூப்பிடுங்க. அப்படி ஆபீஸ்ல அடிக்கடி புள்ளிக்காரன் சொல்லுவாங்களே. എടാ ഞാൻ നിന്നോട് പറഞ്ഞതില്ലേ അവരിങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു ടെലിഗ്രാം കൊടുക്കാൻ. അമ്മ അതിനുള്ള ഏർപ്പാട് ചെയ്ത് കാശും കൊടുത്ത ആ മുരുകനെ ഞാൻ വിട്ടതാ. ആ. അവനത് വിഴുങ്ങി കാണും. ഇപ്പൊ അവര് ടെലഗ്രാം ചെയ്തിരിക്കുന്നു, നാളെ വരുന്നു. முருகன் ഓ, முடிச்சுட்டு ഇനിയിപ്പോ ஓடிட்டாரம்மா. നമ്മൾ എന്ത് ചെയ്യും? ശ്ശോ, ഇനി ഇതും കൂടെ അമ്മാമ്മ അറിഞ്ഞ നീ നമ്മൾ ഒരൊറ്റ എണ്ണത്തിന് ഇവിടെ താമസിപ്പിക്കില്ല, എല്ലാത്തിനും പുറത്താ. இது കാട്ടില ഒന്നും ചെയ്യാം. വെട്ടத்துக்கு. എന്തോന്ന് അവരെ വഴി തടഞ്ഞു നിർത്തി വല്ല മുട്ടാപ്പോക്കും പറഞ്ഞയക്കാം. നീ എന്തോടാ പറയാൻ പോകുന്നത്? അമ്മാമ ചത്തുപോയി. ഏ? അമ്മാമ ചത്തുപോയി. ഇനി പെല കഴിയാതെ ശുഭകാര്യങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയാം. നീ എന്തെങ്കിലും പറ. ஓ, பொண்ணு அவன் இங்கோட்டு பாத்திருக்காங்கல்ல. அவங்க வர போறதுக்காக. தம்பரா தம்பரா நாளைக்கு ஒரு வண்டி பழனிக்கு போகுதுங்க. நீங்க துட்டு கொடுத்தா தான் எனக்கு முடி முறிச்சு கல்யாணம் பண்ண முடியும். இல்ல, நமக்கு இது வந்து மோசம். ஏங்க, தம்பரா, எனக்கு துட்டு கொடுங்க. தம்பரா. നിങ്ങളാരാ? ഞങ്ങൾ നിലമ്പൂർ രാജകുടുംബത്തിൽ നിന്ന് വരികയാണ്. നിങ്ങളല്ലേ തമ്പുരാൻ? അതെ. നിങ്ങളുടെ സഹോദരിയെ പെണ്ണ് കാണാൻ വന്നതാണ്. ഓ, ആരാ ചെക്കൻ? ദാ എന്റെ മകൻ. എടോ, എന്റെ സഹോദരിക്ക് ഇവന്റെ എത്രയുള്ള 3 മക്കളുണ്ട് അറിയോ? എടോ കൃഷ്ണൻകുട്ടിയാരെ, ആളെ വിളിച്ചവർക്ക് അവമാനിക്കരുത്. താനല്ലേ പറഞ്ഞത് തമ്പുരാന്റെ പെങ്ങളാണ് പെണ്ണെന്ന്? അതെ, അല്ല ഇത് ഒരു തമ്പുരാൻ തന്നെ. എന്നാലും മറ്റേ തമ്പുരാൻ എവിടെ? സുഭദ്രേ, ம். സത്യം പറയണം, നിനക്കൊരു കല്യാണം വേണമെന്നുണ്ടോ? ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നവരാ ഈ നിൽക്കുന്നവരൊക്കെ. ദേ ഇതാ പെണ്ണ്. മറ്റേ തമ്പുരാൻ. மாட்டிக்கிட்டாரு. തമ്പുരാനോ യവനോ? എന്ത് അസംബന്ധം ഇതൊക്കെ? അയ്യോ ഇത് അസംബന്ധമൊന്നുമല്ല. ഇങ്ങനാണ് എന്നോട് പറഞ്ഞത് ഇയാൾ ഇവിടുത്തെ തമ്പുരാനാണെന്നും ഇയാളുടെ സഹോദരിക്ക് അങ്ങ് നിലമ്പൂർ രാജകുടുംബത്തിൽ നിന്നും കല്യാണാലോചന കൊണ്ടുവരണമെന്നും. അതനുസരിച്ചാണ് ഞാൻ ഇവരെ കൊണ്ടുവന്നത്. നീ തമ്പുരാൻ? അമ്മാമ സ്ഥലത്തില്ലാത്തപ്പോ പിന്നെ ഞാൻ തന്നെയാണല്ലോ തമ്പുരാൻ. ரைட். മേലിൽ ഇതിനകത്ത് കേറി പോരുത്. All of you get out. ആ എന്ന് പറഞ്ഞാൽ എല്ലാരും പുറത്തേക്ക് ഇറങ്ങണമെന്ന്. തമ്പുരാൻ, தம்புரான். செக் ஆக்டிங் அவரு. ചേട്ടാ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ചേട്ടാ എനിക്കൊന്നും കേക്കണ്ട. അങ്കിൾ അരുത്. ഇവരെവിടെ പോകും? എനിക്കറിയണ്ട. ഒരു അബദ്ധം പറഞ്ഞു. അതും ആ കുട്ടികളുടെ വിവാഹം നടത്താനല്ലേ. അത് നടത്തി കൊടുക്കേണ്ടത് അങ്കിളിന്റെയും കൂടെ കടമയല്ലേ. ഞങ്ങൾക്ക് ഇത്രയും സ്വത്തും പണവും ഒന്നും ആവശ്യമില്ല. അതിൽ കുറച്ച് ഇവർക്ക് കൊടുത്ത് ആ വിവാഹം നടത്താനുള്ള അനുവാദം അങ്കിൾ എനിക്ക് തരണം. വിഷ്ണു പറഞ്ഞതിലും കാര്യമുണ്ട് അണ്ണാ. അങ്കിൾ പ്ലീസ്. വിഷ്ണു പറഞ്ഞുകൊണ്ട് ഞാൻ അനുവദിക്കും. വേണ്ട, സ്വമനസാലെ സന്തോഷത്തോടെ സമ്മതിക്കണം. പ്രോമിസ്. மாம்ஸுக்கு பிடிச்சிருச்சு வேற. மாம்ஸுக்கெல்லாம் பிடிச்சி 1 மணி நேரம் ஆச்சு. ஆனா அவரோட பேக்ரவுண்ட் தெரியுமே நமக்கு. കൊട്ടും കുരവയും പന്തലും ഒന്നും ഇല്ലാതെ ഇത്രയൊക്കെ ആയില്ലേ അങ്കിൾ? അതുകൊണ്ട് എനിക്കിഷ്ടായി. വിഷ്ണു ആരായാലും എന്തായാലും എനിക്കിഷ്ടായി. ഡേഞ്ചറസ് വേർഡ്സ്. നിനക്ക് മാത്രം ഇഷ്ടമായോണ്ടായോ? അവനോ? എനിക്കറിയില്ല. എനിക്കറിയണം, ഇപ്പൊ അറിയണം. എന്നിട്ട് മതി സ്വപ്നം കാണലൊക്കെ. இவருக்கு ஒரு தடவை எக்ஸ்பீரியன்ஸ் ஆயிடுச்சுல. இவர்தான் ஏற்கனவே அவங்க பேச்ச கேட்டு போய் கஷ்டப்பட்டு இருந்தாரே. ഡാഡി എവിടെ പോയി? മൂപ്പനെ കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് കണ്ടു. ചിറ്റമ്മയും പരിപാടികളും കൂടെ പോയിട്ടുണ്ട്. ദേ ഇന്നലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. കാശ് ചോദിക്കാൻ വിട്ടുപോയി. ഇന്നലത്തെയും പറ്റി ഒന്നിച്ചിങ്ങാന്നേ. ചെവി കേട്ടൂടെ? കാശ് തരാൻ തൽക്കാലം കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. എന്റെ കാശാ തന്ന് ഏൽപ്പിച്ചത് പോലല്ലോ ചോദിക്കുന്നത്. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. എങ്കിൽ എവിടുന്നെങ്കിലും ഒന്ന് കൊണ്ട് നട. വെള്ളം ഒഴിക്കാൻ ആളുണ്ടല്ലോ. ആ തിന്നുന്ന ചാപ്പാടിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോ അതും ചെയ്യിക്കേണ്ടതാ. ചിരിക്കല്ലേ, വലിയ തമാശ കേട്ട മാതിരി. മര്യാദക്ക് എന്റെ കാശ് തരാൻ പറ, അല്ലെങ്കിൽ ഞാൻ പോവാ. ഞാൻ പോവാന്ന്. ഈ ഏമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? മനസ്സിലായി. അത് തന്നെ പറഞ്ഞത്. എന്റെ ഇപ്പോ 2000 രൂപ എടുക്കാനില്ല. പിന്നെ എന്താ ഉണ്ട്? നുള്ളിപ്പെറുക്കി അവർ 500 രൂപ കാണും. എന്റെ പട്ടിക്ക് വേണം. മര്യാദക്ക് 2000 രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം മേഘം എന്നുള്ളതിന്റെ ഇയാളെന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒരുമാതിരി
പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കും. ஐயோ. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. ச்சே. ஒரு டெஸ்ட் பண்றாங்க. அதான். എല്ലാ ദിവസവും സൂര്യാസ്തമനത്തിന് മുമ്പ് 100ന്റെ 10 ഇന്ത്യൻ കറൻസി നോട്ട് എന്റെ കയ്യിൽ തന്ന് ബോധിപ്പിച്ചുകൊള്ളാം എന്ന് വാക്കാൽ ഉറപ്പ് വന്നിട്ടാ ഞാൻ ഈ നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങി തിരിച്ച്. വാക്കാലല്ലേ, മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. നിങ്ങളൊരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. എന്ത് പറഞ്ഞാലും എന്റെ ഇപ്പൊ കാശില്ല. டெஸ்ட் பண்றாரு. அதான் தெரியுது. அதான் சொல்றேன். பணம் இல்லைன்னு சொல்லி அனுப்ப போறாங்க. இப்போ அவர் போறாரா இல்லையா டெஸ்ட் பண்ண போறாங்க. என்ன ஒரு லுக்டா அவருக்கு. എൻജോയ് പോറാരോ. എന്നാൽ ആ 500 ഇങ്ങതാ, ബാക്കി നാളെ തന്നാ മതി. ഏതഞ്ഞൂറ്? കുറച്ച് നേരത്തെ പറഞ്ഞ ആ 500 ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇയാളല്ലോ പറഞ്ഞത് കുറെ ഉള്ളി പറയ്ക്ക കുറെ കാണുന്നു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. റൈറ്റ്. ശരി, എല്ലാം പോട്ട്. ഇപ്പൊ എത്ര ആരാ? ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാമല്ലോ. എന്റെ 250 രൂപ കാണും. എന്നാ പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളും ഉണ്ട്. ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്താ കളി. ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട കൈവള്. പിന്നെ ഞാൻ അങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടാ ഞാൻ കഞ്ഞികള്. ഒരു ചാൻസ് കൂടെ തരാം. 250 ഉറപ്പിക്കുന്നോ? രണ്ടുപേരോടും കൂടെ ചോദിക്കുന്നത്. എടോ, തനിക്ക് നാണമില്ലല്ലോ? ആഹാ, ഞാൻ കാണിച്ചു തരാം. എന്റെ ഷർട്ട് എവിടെ? എവിടെന്നാ ചോദിച്ചത്? കൊടയും മടിയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. തനി സ്വഭാവം കാണിക്കരുത്. അവനവന്റെ സാധനം മാത്രമേ എടുക്കാവൂ. അവിടെ പരിപാടിപ്പുള്ള പലതും കാണും. அப்படியே சொல்லிருக்காங்க. such a boy thing. പിന്നെ എനിക്ക് ഇയാളോട് ഒന്നും പറയാനില്ല. പോകുന്നത് തിന്ന ചോറിന് നന്ദി ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചേക്കാൻ പറഞ്ഞാൽ മതി. നിയമം പുസ്തകത്തിൽ മാത്രം പോരാ, അത് വാക്കിലും പ്രവൃത്തിയിലും വേണം. ചുമ്മാതല്ല കേസില്ല വക്കീലായിട്ട് ചൊറിയും കുത്തി വിട്ടിരിക്കുന്നത്. ഇയാൾക്ക് എന്താ നാളെ പരീക്ഷയാണോ? ഒറ്റ വീക്ക് വെച്ച് കൊടുത്തോണ്ടല്ലോ. എടോ, അവസാനമായിട്ട് തന്നെ തിരുമോന്ന് ഞാനൊന്ന് കാണട്ടെ. ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായി. കള്ളൻ, വഞ്ചകൻ. ഓക്കെ, இவரு அந்த கோயில போய் இடிச்சுக்க போறாருன்னு நினைக்கிறேன். இவர் எதுக்கு போய் இடிச்சுக்கிறாரு? இவர் தான் தப்பு பண்ணாரு. இவர் என்ன தப்பு பண்ணாரு? மணிக்கு தான் நிக்கிறாரா இல்ல வந்து சப்போர்ட் பண்ற டைப்பான்னு செக் பண்றாங்களா? ஓஹோ, 3 தடவை காமிச்சிட்டாங்க இப்ப. போலாமா, உள்ள போலாமா, வெளில போலாமா? இவ்வளவு பேசிட்டு இவர் மூஞ்சில எப்படி முடிக்குதுன்னு பாக்குறாங்க. എടാ കൊച്ചുതരടാ മോനെ, കുറച്ചു ദിവസമായിട്ട് നീ എന്നെയിട്ട് വെള്ളം കുടിപ്പിക്കുക. എന്റെ ഈ ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇവിടെ എന്താ ഇങ്ങ് പോന്നേ? திரும்பி மாட்டாரு. ஓகே கைஸ், நம்ம பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். பை பை.